പസഫിക് സമുദ്ര മേഖലയിൽ തങ്ങളുടെ പ്രതിരോധ ശേഷിയും സൈനിക കരുത്തും വിളിച്ചോതി റഷ്യൻ പസഫിക് ഫ്ലീറ്റിന്റെ വിപുലമായ മിസൈൽ പരിശീലനം. ശത്രുപക്ഷത്തു നിന്നുള്ള അധിനിവേശ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ ചെറുക്കുന്ന രീതിയിലാണ് പ്രത്യാക്രമണ പരിശീലനം നടത്തിയത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പനുസരിച്ച് കംചാത്ക ഉപദ്വീപിലും തന്ത്രപ്രധാനമായ കുറിൽ ദ്വീപുകളിലും സ്ഥാപിച്ചിട്ടുള്ള ബാസ്റ്റ്യൻ കോസ്റ്റൽ ഡിഫൻസ് മിസൈൽ സിസ്റ്റങ്ങളും റഷ്യൻ നാവികസേനയുടെ സ്മേർച്ച് മിസൈൽ കപ്പലും കോർഡിനേറ്റ് ചെയ്താണ് ഈ പ്രത്യാക്രമണ അഭ്യാസം സംഘടിപ്പിച്ചത്. റഷ്യൻ തീരങ്ങളിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ച ശത്രുക്കളുടെ വ്യാജ നാവിക വ്യൂഹത്തെയും കപ്പലുകളെയും റഡാറുകളിലൂടെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ കരയിലെയും കടലിലെയും ഈ സംവിധാനങ്ങൾക്ക് സാധിച്ചു. തുടർന്ന് കൃത്യമായ ഏകോപനത്തോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ട് ശത്രുസേനയെ അതിർത്തിക്കപ്പുറത്ത് തന്നെ വിജയകരമായി തകർത്തെറിയുകയായിരുന്നു. വടക്കു കിഴക്കൻ ഏഷ്യൻ മേഖലയിലും പസഫിക്കിലും നാറ്റോ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്ന ഘട്ടത്തിലാണ് റഷ്യയുടെ ഈ വലിയ സൈനിക നീക്കം നടക്കുന്നത്. ജപ്പാൻ ഉൾപ്പെടെയുള്ള ഏഷ്യൻ പങ്കാളികളുമായി നാറ്റോ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ മോസ്കോ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വയം പ്രതിരോധത്തിനും അതിർത്തി സുരക്ഷയ്ക്കും വേണ്ടിയുള്ള സാധാരണ പരിശീലനമാണിതെന്ന് റഷ്യ പ്രഖ്യാപിക്കുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് വലിയ തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. പസഫിക് മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകപ്പെടുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ പ്രധാന പ്രതിരോധ ആയുധങ്ങളിലൊന്നായ ബാസ്റ്റ്യൻ മിസൈൽ സംവിധാനം ഈ അഭ്യാസത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത്. കടലിലൂടെ വരുന്ന ശത്രുപടയെ കരയിൽ നിന്ന് തന്നെ കൃത്യമായി ലക്ഷ്യം വെച്ച് തകർക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കംചാത്കയിലും കുറിൽ ദ്വീപുകളിലും ബാസ്റ്റ്യൻ മിസൈലുകൾ സ്ഥാപിച്ചതിലൂടെ റഷ്യൻ കിഴക്കൻ തീരത്തേക്ക് കടന്നുകയറാൻ ശ്രമിക്കുന്ന ഏതൊരു ശത്രുവിനും കടലിൽ വെച്ച് തന്നെ മറുപടി നൽകാൻ റഷ്യ സജ്ജമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. റഷ്യൻ നാവികസേനയുടെ കപ്പലുകളുമായി തത്സമയ ഡാറ്റ പങ്കുവച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സൈനിക അഭ്യാസത്തിൽ ബാസ്റ്റ്യനൊപ്പം തിളങ്ങിയ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് സ്മേർച്ച് എന്ന മിസൈൽ റോന്ത് ചുറ്റൽ കപ്പൽ. കടലിൽ അതിവേഗം സഞ്ചരിച്ച് എതിരാളികൾക്ക് നേരെ കപ്പൽ വിരുദ്ധ മിസൈലുകൾ പായിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങൾ സ്മേർച്ചിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കരയിലെ ബാസ്റ്റ്യൻ സിസ്റ്റവും കടലിലെ സ്മാർച്ച് കപ്പലും ഒരേ സമയം സംയോജിപ്പിച്ച് പ്രവർത്തിച്ചതാണ് പരിശീലനത്തിന്റെ പ്രധാന ആകർഷണം. കടൽ മാർഗവും വ്യോമമാർഗവും ഒരുപോലെ നിരീക്ഷിച്ച് ഭീഷണികൾ ഇല്ലാതാക്കാൻ റഷ്യൻ കിഴക്കൻ കമാൻഡിനുള്ള കഴിവ് ഇത് വെളിവാക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയും ജപ്പാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ് കൂറിൽ ദ്വീപുകൾ. ഈ തന്ത്രപ്രധാനമായ ദ്വീപ സമൂഹങ്ങളിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് റഷ്യയുടെ കിഴക്കൻ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണ്. കൂറിൽ ദ്വീപുകളിലെ റഷ്യൻ മിസൈൽ വിന്യാസത്തിനെതിരെ ജപ്പാൻ മുൻപും നയതന്ത്ര തലത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ പരമാധികാര അതിർത്തികൾ സംരക്ഷിക്കാൻ ഏത് വിധത്തിലുള്ള പ്രതിരോധവും തീർക്കുമെന്ന നിലപാടിലാണ് മോസ്കോ. മറുഭാഗത്ത് ഏഷ്യ പസഫിക് മേഖലയിൽ US നേതൃത്വത്തിലുള്ള നാറ്റോയുടെ ഇടപെടലുകൾ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി നാറ്റോ കൈകോർക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് റഷ്യ വിശ്വസിക്കുന്നു. ജപ്പാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും US സാന്നിധ്യം ശക്തമാക്കുന്നതിനും റഷ്യൻ അതിർത്തിക്ക് തൊട്ടടുത്ത് ഒരു പാശ്ചാത്യ പ്രതിരോധ വലയം തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് മോസ്കോ ആരോപിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടിയായാണ് റഷ്യ പസഫിക്കിൽ വലിയ രീതിയിൽ ശക്തി പ്രകടനം നടത്തുന്നത്. കാംചാത്ക ഉപദ്വീപ് റഷ്യയുടെ പസഫിക് നാവികസേനയുടെ അന്തർവാഹിനി കേന്ദ്രങ്ങളും പ്രധാന താവളങ്ങളും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന സ്ഥാനമാണ്. അതിനാൽ തന്നെ കംചാത്ക തീരത്ത് ഒരു അധിനിവേശം ചെറുക്കുക എന്നത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുൻഗണനകളിൽ ഒന്നാണ്. ഈ പരിശീലനത്തിലൂടെ റഷ്യൻ സൈന്യം കാണിക്കുന്നത് തങ്ങളുടെ ഏഷ്യൻ അതിർത്തികൾ തികച്ചും സുരക്ഷിതമാണ് എന്നാണ്. യുക്രൈൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും പസഫിക് മേഖലയിലെ പ്രതിരോധത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയില്ലെന്ന് മോസ്കോ ലോകത്തിന് മുൻപിൽ വ്യക്തമാക്കി. ആഗോളതലത്തിൽ ശക്തി പ്രാപിക്കുന്ന പുതിയ ചേരിതിരിവുകളുടെ പ്രതിഫലനമാണ് പസഫിക് സമുദ്രത്തിൽ ഇപ്പോൾ കാണുന്നത്. ഒരു വശത്ത് അമേരിക്ക, ജപ്പാൻ, നാറ്റോ സഖ്യവും മറുഭാഗത്ത് റഷ്യയും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ മത്സരം മുറുകുകയാണ്. ചൈനയുമായുള്ള റഷ്യയുടെ സംയുക്ത നാവിക പരിശീലനങ്ങളും പസഫിക് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. വടക്കു കിഴക്കൻ ഏഷ്യയിൽ അമേരിക്കൻ താൽപര്യങ്ങളെ ചെറുക്കാൻ റഷ്യയും ചൈനയും തന്ത്രപ്രധാനമായ ധാരണയിലാണ് നീങ്ങുന്നത്. റഷ്യയുടെ പസഫിക് പടയൊരുക്കം മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും വ്യോമപാതകൾക്കും മേൽ നിരീക്ഷണം ശക്തമാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്.
മിസൈൽ പരിശോധനകൾ നടക്കുന്ന മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. നാവികസേനയും തീരദേശ പ്രതിരോധ സേനയും വ്യോമസേനയും ഒരുമിച്ച് പങ്കെടുത്ത ഈ സംയോജിത പരിശീലനം റഷ്യൻ പസഫിക് ഫ്ലീറ്റിന്റെ ഏകോപന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. പസഫിക്കിൽ റഷ്യ നടത്തിയ മിസൈൽ പരിശീലനം കേവലം ഒരു സാധാരണ സൈനിക പരിശീലനം മാത്രമല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണ്. നാറ്റോയും ജപ്പാനും തങ്ങളുടെ അതിരുകൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം തീരങ്ങൾ സംരക്ഷിക്കാൻ റഷ്യൻ സൈന്യം സജ്ജമാണ് എന്നാണ് ഈ പ്രകടനം അടിവരയിടുന്നത്.